ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മാങ്ങാക്കാലമൊക്കെ തീരാറായില്ലേ, അതിന് മുമ്പ് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറേ മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴുകി നമ്മളൊരു നല്ല തുണി വെച്ചൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഞെട്ടുണ്ടല്ലോ അതൊന്ന് മുറിച്ച് കളയാം, ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്കത് മുറിച്ചെടുക്കാവേ. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഞാനിവിടെ ഒരു പിടി കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം. ഒരു ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് കടുക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അയമോദകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറിയൊരു തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കടുകെണ്ണയാണ്. കടുകെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ എടുക്കാം. 1.5 കപ്പോളം കടുകെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടാക്കിയ എണ്ണ നമ്മൾ ഒരു വെള്ളം നനവില്ലാത്ത വേറൊരു പാത്രത്തിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞത് അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അല്പം മാത്രം ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലായിടത്തും ഒക്കെ ആ അരപ്പൊക്കെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമ്മൾ എല്ലായിടത്തും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന നമ്മുടെ എണ്ണ അതിൽ നിന്ന് കുറച്ചുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഒരു ബോട്ടിലിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.